അപ്പോൾ ഫാസ്റ്റ് സെല്ലർ പയനീർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 3,70,000 രൂപ മുതലുള്ള നല്ല ഹൈ ക്വാളിറ്റി കിടിലൻ വാഹനങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് വാഹനങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഒരു സെൽറ്റോസ് ഡീസൽ വാഹനം വരുന്നുണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രെറ്റ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ 1.4 വാഹനം വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്തിയോസ് പെട്രോൾ വാഹനം വരുന്നുണ്ട്, പിന്നെ ടിയാഗോ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു പെട്രോൾ വാഹനം വരുന്നുണ്ട്, ഗ്രാൻഡ് ഐറ്റൺ പെട്രോൾ വാഹനം വരുന്നുണ്ട്. അത് മാത്രമല്ല വാഗനർ ഓട്ടോമാറ്റിക് വാഹനം നമ്മുടെ വീഡിയോയിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല 2016 മോഡൽ വരുന്ന ഒരു പെട്രോൾ സെലീരിയോ വാഹനവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സെലീരിയോ വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2016 മോഡലിൽ വരുന്ന VXi എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. VXi ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനം റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇന്റീരിയേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം വെറും 45,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത VXi എന്ന് പറയുന്ന വേരിയന്റിലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വന്നിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 3,95,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് ഒരു പെട്രോൾ ക്രെറ്റ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2019 മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ DRL, പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. SX പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൺറൂഫോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഒരു ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ ചെയ്തിട്ടും കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. റിയർ AC വെൻറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയർ വൈപ്പേഴ്സ്, ഡിഫോഗർ ലൈന്, റിവേഴ്സ് ക്യാമറ, സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം വെറും 31,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. തേർഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 10,40,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് ഒരു 1.4 വരുന്ന ഡീസൽ ക്രെറ്റ വാഹനമാണ്. അതായത് 1.4 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് ഈ 1.4. 1400 cc-യും 90 PS പവറും വരുന്ന ഈ ഒരു ഡീസൽ ക്രെറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് S+ എന്ന് പറയുന്ന വേരിയന്റിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഫോഗ് ലാമ്പ്, പിന്നെ അതുപോലെ തന്നെ അലോയ് വീൽസ് ഇതിന് എക്സ്ട്രാ ചെയ്തതാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള അടിപൊളി അലോയ് വീൽസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 5 ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, റിയർ AC വെൻറ്റ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 1,29,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7,90,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് ഒരു സെഡാൻ മോഡൽ വരുന്ന ടൊയോട്ട വാഹനം. അതായത് ടൊയോട്ടയുടെ എത്തിയോസിലൊക്കെ അത്യാവശ്യം ആളുകൾ എൻക്വയറി ചെയ്യുന്നതും അത്യാവശ്യം ആളുകൾ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇത് വരുന്നത് 2013 മോഡൽ 14 രജിസ്ട്രേഷനിലാണ് വരുന്നത്. G എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. G വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് വരും. പിന്നെ അത് മാത്രമല്ല ഇതിൽ ഒരു ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ 84,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. തേർഡ് ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വാഹനം വരുന്നത് വെറും 3,70,000 രൂപ മാത്രമാണ്. അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന, അതായത് AMT ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു വാഗനർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം, അതായത് ഈ ഒരു വാഗനർ എന്ന് പറയുന്ന വാഹനം പൊതുവേ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. പിന്നെ ഇതൊരു ടോൾ ബോയ് ഡിസൈനൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. പിന്നെ ഇത് VXi വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, പിന്നെ അതുപോലെ തന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ വെറും 29,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്.
സിംഗിൾ ഓണർഷിപ്പിലാണ്, കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 4,75,000 രൂപ മാത്രമാണ്. അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ടിയാഗോ എക്സെറ്റ് എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന ഒരു വാഹനമാണ്, പെട്രോൾ വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2019 മോഡൽ വരുന്ന എക്സെറ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിന് നമുക്ക് സ്റ്റീൽ വീലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് കാണുമ്പോൾ ഒരു അലോയ് വീലിൻ്റെ ഫിനിഷിങ് തോന്നിക്കഴിഞ്ഞാലും സത്യത്തിൽ അതൊരു സ്റ്റീൽ വീലാണ്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ്, പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സ്റ്റെയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കമ്പനി വന്നപ്പോൾ എല്ലാ ഇൻബിൽറ്റഡ് സീറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്പോയിലർ, കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നൊരു ചെറിയൊരു സ്പോയിലറും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് 45,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. എക്സെറ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ്, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 4,85,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് വെറും 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ കഴിയുന്ന ഒരു ഹ്യൂണ്ടായി ഗ്രാൻഡ് ഐറ്റൺ പെട്രോൾ വാഹനമാണ്. ഇത് വരുന്നത് 2017 മോഡൽ മാഗ്ന എന്ന് പറയുന്ന വേരിയൻ്റിലാണ്. പെട്രോൾ മാഗ്ന ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൽ അഡീഷണൽ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയറിൽ AC വെൻ്റ്, അതുപോലെ തന്നെ റിയർ പവർ ഔട്ട്ലെറ്റ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനം റിയർ സെൻസേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറും 90,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പിലാണ്, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 3,85,000 രൂപ മാത്രമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് വെറും 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ വീഡിയോ വരുന്നത് ഒരു 2023 മോഡൽ വരുന്ന ഒരു കിയ സെൽറ്റോസോ, അതും കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു ഹൈ ക്വാളിറ്റി വാഹനം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു IMT ട്രാൻസ്മിഷനാണ്, അതും ഡീസൽ എഞ്ചിന്. IMT ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഗിയർ നമുക്ക് മാനുവലി ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും, അതായത് നമുക്ക് മാനുവലി ഗിയർ മാറ്റാൻ കഴിയും. എന്നാൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമില്ല, അതായത് ക്ലച്ച് പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് മാനുവലി ഗിയർ മാറ്റാൻ പറ്റുന്ന ഈ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് IMT ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് 2023 മോഡലിൽ വരുന്ന വെറും 10,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത HTK പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. HTK പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീൽസ്, പിന്നെ അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, സ്റ്റെയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. പിന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ ലൈന് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ വെറും സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. വെറും 10,000 കിലോമീറ്ററാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി വാഹനം. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 16 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ നമ്മൾ കണ്ട എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ നിയർ എന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പോൾ ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത് ഏതെങ്കിലും ഒരു നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ബുക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.